ഹലോ ഗൈസ്, ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എല്ലാവരും എന്നോട് ചോദിച്ചു, നീ കളരി പഠിക്കുന്നുണ്ടോ, എവിടെയാണ് ഇത് പഠിക്കുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് അങ്ങ് ഇടാമെന്ന് വെച്ചു. അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അഗസ്ത്യ ഗുരുക്കൾ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ പഠിച്ചത്. ഞാനൊരു 2 വീക്സ് നിന്ന് പഠിച്ചു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം, അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ ക്ലാസ്സിന് പോകാൻ ബസ് വരും, നമ്മൾ അതിന് പോയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യും. നമ്മൾ ഐയും സണ്ണും വെച്ചിട്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഇതിനകത്തോട്ടേക്ക് കയറും. അതിനകത്തോട്ടേക്ക് കയറുമ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യും. അങ്ങനത്തെ പല പല കാര്യങ്ങൾ, എക്സസൈസ്, രാവിലത്തെ വാമപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 2 വീക്സ് പോയതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല, കാരണം അത്ര അടിപൊളിയായിരുന്നു. Experience this exhale. ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെറിയൊരു പോർഷൻ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിലാക്സേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് പഠിച്ച സമയത്ത് എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ, നല്ല കാര്യമാണ് പഠിച്ചതെന്നുള്ള രീതിയിൽ. പക്ഷെ അതിൽ തോനെ എനിക്ക് നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും പെൺപിള്ളേർ പഠിക്കത്തില്ല, ഇതൊക്കെ ആൺപിള്ളേർ പഠിക്കുന്നതല്ലേ, അങ്ങനെ ഉണ്ടോ? ഏതെങ്കിലും കാര്യം പെൺപിള്ളേർക്ക് ആൺപിള്ളേർക്കെന്നും പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നി, ഞാൻ ചെയ്തു. എനിക്കതിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എല്ലാവരും ഇത് പഠിക്കണമെന്നാണ്. സിംഹവടിവിലമർന്ന വരാഹം തൊഴുത് തലയ്ക്ക് ചുറ്റി സർപ്പവടിവിൽ അമർന്നു. Both hands. അകത്ത് പോയി. സിമ്പിൾ. ഇതാണ് നമ്മുടെ ഗുരുക്കൾ നമുക്ക് വന്നിട്ട് ഇടയ്ക്കൊരു ക്ലാസ് പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മളെ പെട്ടെന്ന് ഒരാളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിൽ വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് അവിടെ സെറ്റായി. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ചോറും ചിക്കൻ, നമ്മുടെ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള എന്തോ ഒരു കറി, അതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ നമ്മുടെ നല്ല തീയലായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട തീയലാണ്. തീയലും ബീട്രൂട്ട് തോരനും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചതെന്ന് വെച്ചാൽ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് ദിവസത്തെ ഫുഡാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് നമുക്ക് ചിക്കനൊക്കെ ഉള്ളത്. അടിപൊളി ഫുഡായിരുന്നു. അവിടുത്തെ ചേച്ചി ആൻറ്റിയും കൂടാണ് ഫുഡൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഈവനിങ്ങും ക്ലാസ് ഉണ്ട്. നമ്മൾ ഈവനിങ് ക്ലാസ്സിന് പോകാൻ റെഡിയായി. ഇതേ സെയിം രീതികളൊക്കെ തന്നെയാണ് ഈവനിങ്ങും ഉള്ളത്. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ഇതൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ വീണ്ടും വന്ന് നമ്മുടെ അടവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് നമ്മൾ ഗുരുക്കളായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നമുക്ക് അവിടെ നിന്ന് ഒരു ഫ്രെയിമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ ബസ് വന്നു, നമ്മൾ ഈവനിങ് അങ്ങോട്ടേക്ക് പോയി. എനിക്ക് തോന്നുന്നു ഈ ഒരു ബാച്ചിൻ്റെ മൊത്തം ക്ലാസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്രയായി വീണ്ടും നമ്മളുടെ റൂമിലെത്തി. പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്.